ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കർണാടകയിലുള്ള ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ടെമ്പിളിൽ പോയ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മളൊരു ഈവനിങ് ആയി ധർമ്മസ്ഥല എത്തിയപ്പോഴത്തേക്കും ഒരു 7 മണി ടൈമൊക്കെ ആയി. അപ്പം ഇതാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ കവാടം. നമുക്ക് മംഗലാപുരത്ത് നിന്ന് വരുവാണെങ്കിൽ ഏകദേശം ഒരു 75 കിലോമീറ്റർ അടുത്തുണ്ട്. ഒരു 1.5 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ദർശന സമയം പറയുകയാണെങ്കിൽ രാവിലെ 6 മുതൽ 11 മണി വരെയും, പിന്നെ 12:15 മുതൽ 2:30 വരെയും, അതിനുശേഷം 5 മണി മുതൽ 8:30 വരെയാണ്. അപ്പം നമുക്ക് കാർ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ശിവന്റെ ഒരു പ്രതിമയാണ്. അത് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ശിവൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് മുന്നോട്ട് നടന്നു പോകണം. അപ്പോൾ നമുക്ക് ക്യൂ നിൽക്കാനുള്ള, അതായത് ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കാണുന്നുണ്ട്. അപ്പം അങ്ങ് മുന്നിൽ അപ്പുറത്ത് കാണുന്നതാണ് ശരിക്കും അമ്പലം വരുന്നത്. അപ്പം നമ്മൾ ഇതിലെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം ഞങ്ങൾ കുറച്ച് ടൈം പോയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ദർശനത്തിനുള്ള ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പം അതിനൊരു 200 രൂപയാണ് വരുന്നത്. അങ്ങനെ സ്പെഷ്യൽ ദർശനം എടുത്താലും നമുക്കൊരു 1/2 hour വേണം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഉള്ളിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ മൊബൈൽ യൂസ് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 7:30-8 മണി നൈറ്റിൽ. ഇപ്പോഴിവിടെ അന്നദാനം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ 11 മണി തൊട്ടിട്ടും വൈകിട്ട് 7 മണിക്കുമാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ തിരിച്ചു പോവാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കർണാടകയിൽ ഞാനിപ്പോൾ ഒരു 11 അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. നന്ദി.